നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ UDF-ന് കഴിഞ്ഞെങ്കിലും UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ്റെ നില അല്പം പരിങ്ങലിലായോ? PV അൻവറിന് നേരെ തങ്ങൾ UDF-ന്റെ വാതിലുകൾ കൊട്ടിയടച്ചുവെന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് VD സതീശൻ. എന്നാൽ ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് വാതിലുകൾ അടച്ചാലും അത് തുറക്കാൻ ഒരു താക്കോൽ ഉണ്ടാകുമെന്നല്ലോ. ആ ഒരു താക്കോല് UDF-ന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ PV അൻവറിന് വേണ്ടി ആ താക്കോലിട്ട് അടച്ച വാതിലുകൾ തുറക്കുമെന്ന സൂചനയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ തലേ ദിവസം വരെ VD സതീശൻ്റെ ഉറച്ച ആളായിരുന്നു സണ്ണി ജോസഫ്. സതീശൻ പറയുന്നത് എന്തോ അത് ആവർത്തിക്കുക മാത്രമായിരുന്നു സണ്ണി ജോസഫിൻ്റെ ജോലി. എന്നാൽ ഇന്ന് രാവിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് ഒരു 11 മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൻവറിന് നേരെ കൊട്ടിയടച്ച വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ ഇപ്പോഴും UDF-ന്റെ കയ്യിലുണ്ട് എന്നാണ്. അതിനർത്ഥം ഒരു കാരണവശാലും അൻവറിനെ UDF-ലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് വാശി പിടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരസ്യമായി രംഗത്ത് വരികയാണ് സണ്ണി ജോസഫ്, KPCC അധ്യക്ഷനെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അത് സത്യവുമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് എന്തു പറഞ്ഞോ അതിന് നേരെ എതിരാണ് ഇപ്പോൾ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ പറഞ്ഞത്. അൻവറിന് നേരെ വാതിലുകൾ കൊട്ടിയടിച്ചു കഴിഞ്ഞു, അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്, ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്ന് പലതവണ VD സതീശൻ പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നാൽ ഇന്ന് ആ വാതിലുകൾ തുറക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുമ്പോൾ PV അൻവറിനെ UDF-ലേക്ക് പുനർപ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശൻ്റെ കടുത്ത എതിർപ്പിനെ മറികടന്നും PV അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കമില്ല. PV അൻവറിനെ UDF-ൽ ഒരു അസോസിയേറ്റ് അംഗമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ UDF-ൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അത് ഇല്ലാതാവുകയായിരുന്നു. അന്ന് സതീശിനെതിരെ കടുത്ത നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിക്കാൻ കോൺഗ്രസിലെ ആളുകളുണ്ടായിരുന്നു. ധാരാളം അഭിനന്ദനങ്ങളും പിന്തുണയൊക്കെ അദ്ദേഹത്തിന് പലരും അറിയിക്കുകയും ചെയ്തു. ഇതാണ് നിലപാട്, ഇങ്ങനെ നിലപാടെടുക്കുന്ന നേതാവ് വേണം കോൺഗ്രസിന് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് PV അൻവർ വളരെ ശക്തിയായി വോട്ട് പിടിക്കുകയും താനൊരു വലിയൊരു സാന്നിധ്യമാണ് നിലമ്പൂരിലെന്ന് മനസ്സിലാക്കി തരികയും ചെയ്തതോടെ UDF-ൽ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടായി. അത് സണ്ണി ജോസഫ് വെറുതെ പറഞ്ഞതല്ല. മറ്റ് നേതാക്കളുമായിട്ടൊക്കെ, സീനിയർ നേതാക്കളുമായിട്ടും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം തന്നെയാണ് സണ്ണി ജോസഫ് ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞത്, ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞത്. തങ്ങളുടെ കയ്യിൽ താക്കോലുണ്ട് അടച്ച വാതിലുകൾ തുറക്കാൻ. അതുകൊണ്ട് PV അൻവർ ഇനി അധികം UDF-ന്റെ വാതിലിന് പുറത്തു നിൽക്കേണ്ടി വരില്ല. ഇതാ ഞങ്ങളൊന്ന് ഇരുന്ന് തീരുമാനിച്ച് താക്കോലെടുത്ത് തുറക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. PV അൻവർ ഇനി UDF-ന് അകത്തായിരിക്കും. അതുകൊണ്ട് സതീശൻ ഇനി എത്ര എതിർത്താലും ലീഗിൻ്റെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും പിടിവാശിയിൽ തന്നെ PV അൻവർ UDF-നകത്തേക്ക് കടക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതിൻ്റെ സൂചനയാണ് ഇന്ന് KPCC അധ്യക്ഷൻ നൽകിയതും.